السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. സൂറത്തു തൗബയിലെ 129 അതായത് ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ ഭാഗമാണ് ഈ ഒരു വാക്യം. ഏതെങ്കിലും നിലക്ക് നമ്മളൊക്കെ ഈ ഒരു ആയത്ത് കേട്ടിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലുന്ന ദിക്ർ അദ്കാറിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് സൂറത്തു തൗബയിലെ ഈ ഒരു അവസാന വാക്യം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഒരു ആയത്ത് അത് ദിക്റായിട്ട് രാവിലെയും വൈകുന്നേരവും വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് 7 തവണ നമ്മളത് പറയുകയാണ് എങ്കിൽ ഈ ലോകത്തും പരലോകത്തും നമുക്ക് അല്ലാഹു മതി എന്നുള്ളത്. ഈ ഒരു ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് തബൂക്ക് യുദ്ധവേളയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ ആ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് കപട വിശ്വാസികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് തീർത്തും കാപട്യം കൊണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയ ആളുകൾ. അതായത് അവർക്ക് പറയാൻ എന്തുണ്ടായിരുന്നു? ഒരുപാട് ഉസ്റുണ്ടായിരുന്നു, ഒഴികഴിവ് ഉണ്ടായിരുന്നു. ഈ ആളുകളെ കുറിച്ച് തന്നെയാണ് പടച്ച റബ്ബ് ഈ ആയത്തിന് കുറച്ച് മുന്നേ ആയിട്ട് പറയുന്നത്. പ്രവാചകന്റെ സദസ്സിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാന സദസ്സിൽ പങ്കെടുക്കാൻ മടിയുള്ള ആളുകൾ, എന്നാലോ അവരുടെ കാപട്യം വെളിപ്പെട്ടേക്കുമോ എന്ന ഭയം കാരണം ആ സദസ്സിൽ പോയിട്ടിരിക്കുകയും ചെയ്യും. എന്നിട്ട് എന്താവും? തികഞ്ഞും ഇതെങ്ങനെയെങ്കിലും തീർന്നിരുന്നെങ്കിൽ, ഇതെങ്ങനെയെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു ആലസ്യത്തോടു കൂടി, കാപട്യത്തോടു കൂടി എന്താക്കുക? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശ്വാസികളുടെയും ഇടയിലിരിക്കുക. അപ്പൊ ഈ സൂറത്തു തൗബയുടെ അവസാന ഭാഗങ്ങളിൽ പടച്ച റബ്ബ് ഇത്തരത്തിലുള്ള കപട വിശ്വാസികളുടെ ചലനത്തെ കുറിച്ചിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ അവരെ ആക്ഷേപിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തൊട്ടു മുന്നേ 128 ആയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം നിങ്ങൾക്ക് എത്രമാത്രം അനുഗ്രഹീതമാണ് എന്ന സംഗതിയാണ് പടച്ച റബ്ബ് പറഞ്ഞു വെക്കുന്നത്. അതായത് റബ്ബ് പറയുന്നു, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ദൈവദൂതൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് അതീവ പ്രയാസകരമാകുന്നു. നിങ്ങളുടെ വിജയത്തിലാണ് അദ്ദേഹത്തിന് താല്പര്യം. വിശ്വാസികളോട് അലിവും കാരുണ്യവും ഉള്ളവനാകുന്നു അദ്ദേഹം. എന്നിട്ട് റബ്ബ് പറയാണ്, ഫഇൻ തവല്ലൗ, എന്നിട്ടും അവർ പിന്തിരിയുകയാണ് എങ്കിൽ, ഫഖുൽ, എന്നിട്ടാണ് റബ്ബ് പറയുന്നത്, ഫഖുൽ, താങ്കൾ പറയുക, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. അതായത് ആരും കൂടെ ഇല്ലെങ്കിലും ഞാൻ എന്താണ്? എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ റബ്ബ് ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്നതാണ് ഈ ഒരു വാക്യത്തിന്റെ ഒരു ചെറിയ ചുരുങ്ങിയ ഒരു രൂപം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിന്റെ വാക്കർത്ഥങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഫഖുൽ, അപ്പോൾ താങ്കൾ പറയുക. ഇതിന് തൊട്ടു മുന്നേയുള്ള വാക്ക് ഫഇൻ തവല്ലൗ, എന്നിട്ടും അവർ പിന്തിരിയുകയാണ് എങ്കിൽ, ഫഖുൽ, താങ്കൾ പറയുക. റബ്ബിന്റെ കൽപ്പനയാണ്. ഖാല യഖൂലു ഖുൽ, ഫേലുൽ അംറാണ്. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഖുൽ, താങ്കൾ പറയുക. ഹസ്ബിയല്ലാഹ്, ഹസ്ബു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് അർത്ഥം. ഹസ്ബു, ഹസ്ബു എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ കൂടെ യാ ചേർന്നിരിക്കുകയാണ്. ഹസ്ബിയ, ഹസ്ബിയ എന്ന് പറഞ്ഞാൽ എനിക്ക് മതി. ഹസ്ബിയ, എനിക്ക് മതി. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഹസ്ബുന. ഹസ്ബുന, ഹസ്ബുന എന്ന് പറഞ്ഞാലോ ഹസ്ബുന. നാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ന അർത്ഥമാണ്. നമ്മൾ ഇതിനു മുന്നേ അത് പഠിച്ചിരുന്നു. ഹസ്ബുന, ഞങ്ങൾക്ക് മതി.
ഹസ്ബിയ എനിക്ക് മതി, ഹസ്ബുന ഞങ്ങൾക്ക് മതി. ഹസ്ബി അല്ലാഹ് എനിക്ക് അല്ലാഹു മതി. അതൊരു പ്രഖ്യാപനമാണ്. എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ, ലാ എന്ന് പറഞ്ഞാൽ ഇല്ല. ഇലാഹ് ഇലാഹില്ല. ഇലാഹ് എന്ന വാക്കിന് നമുക്ക് ശരിയായ ഏറ്റവും അനുയോജ്യമായ ഒരു മലയാളം കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രയാസകരമാണ്. നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും, നമ്മുടെ എല്ലാ വഴിപ്പെടലുകളും, നമ്മുടെ എല്ലാ ഇബാദത്തുകളും, നമ്മുടെ എല്ലാ അനുസരണവും, എല്ലാ കീഴ്വഴക്കങ്ങളും എല്ലാം ഏതൊരു ശക്തിക്കാണോ ആ ശക്തിയാണ് ആര്? ഇലാഹ്. അപ്പൊ നമ്മൾ പറയാണെന്ത്? ഹസ്ബി അല്ലാഹ്, അല്ലാഹു മതി, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ, ഇലാഹില്ല. ആദ്യം മനസ്സങ്ങ് ക്ലിയർ ആക്കുകയാണ്. ഏതെങ്കിലും തരത്തില് ആർക്കെങ്കിലും ഒക്കെ എന്താണ് അടിമപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം അങ്ങ് തുടച്ചു മാറ്റുകയാണ്. ലാ ഇലാഹ, ഇലാഹില്ല. ഇല്ലാ ഹുവ, അവൻ അല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ, ഹുവ എന്ന് പറഞ്ഞാൽ അവൻ. ഈ ഹുവ എന്നുള്ളത് ഒരു പ്രോനൗൺ ആണ്, ദമീറാണ്. ഈ പ്രോനൗൺ എങ്ങോട്ടാ മടങ്ങുന്നത്? അല്ലാഹു. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ഇലാഹില്ല. അപ്പൊ നമ്മുടെ റബ്ബിനെ നമ്മൾ എന്താക്കാണ്? ആദ്യം നമ്മുടെ മനസ്സിനെ എല്ലാവിധ അടിമപ്പെടലുകളിൽ നിന്നും വൃത്തിയാക്കിക്കൊണ്ട്, ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മുടെ റബ്ബിനെ മാത്രം, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബിനെ എന്താക്കാണ്? നമ്മൾ നമ്മുടെ നെഞ്ചിലോട്ട് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ഇലാഹില്ല. നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നിർത്തുകയാണ് എങ്കിൽ നമ്മൾ നിർത്തേണ്ടത് എങ്ങനെയാ? ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവിടെ നിർത്തേണ്ടത്. ഇനി പറയുന്നത് എന്താണ്? അലൈഹി തവക്കൽതു. അലൈഹി അവന്റെ മേൽ. ഈ ഹാവും പോകുന്നത് എങ്ങോട്ടാണ്? അല്ലാഹുവിലോട്ടാണ്. അവന്റെ മേൽ തവക്കൽതു. തവക്കല യതവക്കലു എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കുക. തവക്കല യതവക്കലു എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിച്ചു. തവക്കൽതു എന്ന് പറഞ്ഞാലോ അവസാനത്തിൽ ഒരു തു എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോ അതിന് എന്തർത്ഥായി? ഒരു ഫെയിലു മാദിയുടെ അവസാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ആളെ നമ്മൾ ചേർക്കുക. അപ്പൊ നമുക്ക് എന്തർത്ഥം കിട്ടും? ഞാൻ ഭരമേൽപ്പിക്കുന്നു. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിക്കുന്നു. അലൈഹി തവക്കൽതു, ഞാൻ അവന്റെ മേൽ ഭരമേൽപ്പിക്കുന്നു. ദഹബ എന്ന് പറഞ്ഞാൽ പോയി. ദഹബ്തു, ഞാൻ പോയി. കതബ എഴുതി. കതബ്തു, ഞാൻ എഴുതി. ഫതഹ തുറന്നു. ഫതഹ്തു, ഞാൻ തുറന്നു. തവക്കല ഭരമേൽപ്പിച്ചു. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചു. തവക്കൽന എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തവക്കൽതു, ഞാൻ ഭരമേൽപ്പിച്ചു. തവക്കൽന, ഞങ്ങൾ ഭരമേൽപ്പിച്ചു. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചു. വഹുവ, അവൻ. റബ്ബ്, റബ്ബ് നാഥനാണ്, റബ്ബാണ്, രക്ഷിതാവാണ്, അറിയുന്നതാണ്. അൽ അർശ്, അൽ അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം, അല്ലെ? അൽ അർശ് സിംഹാസനം. അൽ അർശിൽ അദീം. അദീം എന്ന് പറഞ്ഞാൽ മഹത്തായ. അർശിൽ അദീം എന്ന് പറയുമ്പോ മഹത്തായ സിംഹാസനം. മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് എന്ന് പറയുമ്പോ മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയാണ് അവൻ. മഹത്തായ സിംഹാസനം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു ചെയറാണോ? അല്ല. അതായത് ആകാശവും ഭൂമിയും അടങ്ങുന്ന ഈ മുഴുവൻ പ്രപഞ്ചത്തെയും ആരാണോ
പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്, ആരാണോ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്, സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ റബ്ബ്. അതാണ് അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. എല്ലാ രാജാവിൻ്റെയും മേലെയുള്ള ഒരു രാജാവ്, എല്ലാ അധികാരികളുടെയും മേലെയുള്ള ഒരു പരമാധികാരി. ആ പരമാധികാരത്തെയാണ് ഈ ഒരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഹുവ, അവൻ, റബ്ബ്, റബ്ബാകുന്നു. റബ്ബുൽ അർശി എന്ന് പറയുമ്പോൾ മുദാഫ് ഇലൈഹി എന്ന് ഇതിന് പറയാം. മുദാഫ് മുദാഫുൻ ഇലൈഹ്, അർഷിന്റെ നാഥൻ. റബ്ബുൽ അർശി, അർഷിന്റെ നാഥൻ. ബൈത്തുല്ലാഹി, അള്ളാഹുവിന്റെ വീട്. കലമു ബിലാലിൻ, ബിലാലിന്റെ പേന. ബൈത്തു ഫാത്തിമത്തി, ഫാത്തിമയുടെ വീട്. അതുപോലെ റബ്ബുൽ അർശി, അർഷിന്റെ റബ്ബ്. ആ അർഷിന്റെ നഅത്താണ്, അല്ലെങ്കിൽ ആ അർഷിന്റെ സിഫത്താണ് ഏത്? അദീം. റബ്ബുൽ അർഷിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ, മഹത്തായ അർഷിന്റെ റബ്ബാണ് അവൻ. ഒന്നുകൂടെ നോക്കാം. ഫഖുൽ, അപ്പോൾ താങ്കൾ പറയുക, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ, അവൻ, റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന് ഉടമസ്ഥനാകുന്നു. ഇതേ ആശയം വരുന്ന മറ്റൊരു വാക്യമാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ളതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്യമാണിത്. അതായത് കുഞ്ഞു വാക്കുകളിൽ വലിയ ആശയമാണ് ഈ ഒരു വാക്യം ഉൾക്കൊള്ളുന്നത്. സൂറത്തു ആലു ഇമ്രാനിൽ 173 ആയത്തിലാണ് ഈ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, അല്ലെങ്കിൽ ചരിത്രം വായിക്കുന്നിടത്തും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അദ്ദേഹത്തെ നമ്രൂദും ആളുകളും അഗ്നിക്കിരയാക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ് അദ്ദേഹം റബ്ബിൽ ഭരമേൽപ്പിക്കുന്നത്. ഇവിടെ സൂറത്തു ആലു ഇമ്രാനിൽ ഈ ഒരു ഭാഗം പറയുമ്പോൾ അവിടുത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലമാണ്. അതായത് ഉഹദ് യുദ്ധം എന്നത് പ്രത്യക്ഷത്തിൽ വിശ്വാസികൾക്ക് പരാജയമുണ്ടായ ഒരു യുദ്ധമാണ്. വിശ്വാസികളെ പരാജയപ്പെടുത്തി എന്ന ധാരണയിൽ ഈ പറയുന്ന ഖുറൈശിപ്പട മക്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. മക്കയിലേക്ക് തിരിച്ചു പോയി അവിടെ എത്തുന്നതിന് മുമ്പ് അവർ ഒരു സ്ഥലത്ത് എന്താവുന്നുണ്ട്, തങ്ങുന്നുണ്ട്. അവിടുന്നാണ് യുദ്ധത്തിന്റെ നിരൂപണമൊക്കെ നടക്കുന്നത്. അപ്പൊ അവിടെ അവർക്ക് മനസ്സിലാവാണ് എന്ത്, നമ്മള് മദീനയെ കൊള്ളയടിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ളവരെ മുഴുവനായി നമ്മൾ ഇല്ലാതാക്കിയിട്ടില്ല, വീണ്ടും അവരെന്താണ് സംഘടിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എന്നതൊക്കെ അവര് തിരിച്ചറിയുന്നത്. അതേ സമയത്ത് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എന്താണ് ഈ ഒരു സംഗതി മനസ്സിലാക്കുന്നുണ്ട്. എന്ത്, അവര് അവിടെ നിന്ന് മക്കയിൽ എത്താനുള്ള സാധ്യതയില്ല, വീണ്ടും അവർ ആക്രമിക്കാൻ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും തന്റെ കൂടെ തലേ ദിവസം യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകളോട് ഒരുങ്ങാൻ, റെഡിയാവാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം, അവിടെ ഉഹദ് യുദ്ധം എന്ന് പറയുന്നതും എന്താണ്, ഒരുപാട് ആളുകൾ അവസാന സന്ദർഭത്തിൽ കാപട്യം കൊണ്ടല്ലേ 300ഓളം കപട വിശ്വാസികൾ അണിനിരന്നെടുത്ത് നിന്ന് എന്താണ് പിന്മാറിയ ഒരു യുദ്ധം കൂടിയാണ് ഉഹദ് യുദ്ധം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നത്, ഇന്നലെ ആരാണോ എന്റെ കൂടെ പങ്കെടുത്തത് അവര് മാത്രം എന്താവുക, ഇന്ന് എന്റെ കൂടെ പുറപ്പെടുക എന്നുള്ളതാണ്. അതായത് വിശ്വാസത്തിൽ എന്താവുന്നില്ല, തരി മാറ്റമില്ലാത്ത ആളുകളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾ എന്ന് പറയുന്നത് തലേന്ന് യുദ്ധം ചെയ്ത് എല്ലാവിധ പ്രയാസങ്ങളോടും കൂടിയാണ് ഉള്ളത്. മാത്രമല്ല അവരിൽ നിന്ന് 70ഓളം ആളുകൾ എന്താണ് ഷഹീദായിട്ടുള്ള മനപ്രയാസവും അവരുടെ കൂടെ ഉണ്ട്. അവര് പല ആളുകളും എന്താണ് വലിയ വലിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം എന്താണ് പരിക്കേറ്റ ആളുകളുമാണ്. എന്നിട്ടും എന്താണ് ഈ ആളുകൾ
വിശ്വാസദാർഢ്യത്തിന്റെ പേരിൽ എന്താണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ് ഞങ്ങളെ വിളിക്കുന്നത് എന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് റസൂലിന്റെ കൂടെ അവര് പുറപ്പെടുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും പുറപ്പെട്ടത് അബൂ സുഫിയാനും കൂട്ടരും അറിയുകയാണ്. അപ്പൊ അബൂ സുഫിയാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങളിൽ വലിയ ഒരു സൈന്യം അങ്ങോട്ട് വരുന്നുണ്ട് എന്ന ഒരു വ്യാജ വാർത്ത പടച്ചുവിടുന്നുണ്ട്. ആ വ്യാജ വാർത്ത കേട്ട സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള, ആരാണ് കൂടെ ഉള്ളത്, പരിക്കേറ്റിട്ട് നടക്കാൻ പ്രയാസപ്പെടുന്ന, നേരാവണ്ണം നിൽക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉള്ളത്. ആ സമയത്ത് അവർ പറയാണെന്ത്, എത്ര വലിയ ശക്തി വന്നാലും കാര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും നന്നായവൻ അവനാകുന്നു. ഇവിടെയും വാക്കർത്ഥം വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഹസ്ബു മതി, ഹസ്ബുന ഞങ്ങൾക്ക് മതി, ഹസ്ബുനല്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു മതി, വ നിഅമ, നിഅമ എന്ന് പറഞ്ഞാൽ ഏറ്റവും പറ്റിയവൻ, ഏറ്റവും പറ്റിയവൻ, നിഅമ, നിഅമൽ വക്കീൽ, വക്കീൽ എന്ന് പറഞ്ഞാൽ വക്കാലത്ത് ഏറ്റെടുത്തവൻ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അവനാകുന്നു. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവൻ അവനാകുന്നു. അല്ലെ, നമ്മളൊരു കാര്യം വക്കീലിനെ ഏൽപ്പിക്കുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്താണ്? നമുക്ക് പറയാനുള്ള സംഗതികളൊക്കെയും അയാളെ പറഞ്ഞേൽപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെയും അയാൾ ചെയ്തു കൊള്ളും, അയാൾ നീതിപൂർവം ചെയ്തു കൊള്ളും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ എന്ത് ഏൽപ്പിക്കുന്നത്, ഒരു വക്കീലിനെ നമ്മുടെ കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു കേസ് വന്നാൽ നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു സംഗതിയെ നമ്മൾ എന്താക്കിയാൽ മതി, നമ്മുടെ പടച്ച റബ്ബിലേക്കൊന്ന് ചേർത്തുകൊണ്ട് ഒന്നുകൂടി വിശാലമായിട്ട് ചിന്തിക്കുക. അതായത് എല്ലാത്തിൽ നിന്നും നമ്മൾ എന്താക്കുകയാണ്, മോചിപ്പിക്കപ്പെടുകയാണ്. എല്ലാവിധ അടിമപ്പെടലുകളിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെട്ടുകൊണ്ട് നമ്മളെ ആരെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ റബ്ബിനെ ഏൽപ്പിക്കുകയാണ്. അതായത് എല്ലാ കഴിവും എല്ലാ ശക്തിയും എല്ലാ അധികാരവും ആരിലാണോ ആ റബ്ബിലേക്ക് എന്താണ്, ആ റബ്ബിന്റെ അപ്പുറത്തൊന്നുമില്ല. ആ റബ്ബിലേക്ക് സകലതിനെയും നമ്മൾ എന്താക്കുക, ഭരമേൽപ്പിക്കുക. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു ശക്തിയാണ് ഈ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഈ ഒരു ദിക്ർ എന്ന് പറയുന്നത്. വിശ്വാസികളെ റബ്ബ് പറയുന്നത്, ഇപ്പൊ ഈ പറഞ്ഞ ഈ ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിന്റെ തൊട്ട് മുന്നേ ആയിട്ട് റബ്ബ് പറയുന്നത് ഈ ഒരു വ്യാജ വാർത്തയെ പറ്റിയിട്ടാണ്. എന്നിട്ട് റബ്ബ് പറയുന്നത് ഫസാദഹും ഈമാന എന്നാണ്. അതായത് അങ്ങനെയൊക്കെ കേട്ടപ്പോ അവര് പതറിയിട്ടില്ല, അങ്ങനെ പതറിയിട്ടില്ല എന്നും അല്ല റബ്ബ് പറഞ്ഞത്. റബ്ബ് പറയുന്നത് എന്താണെന്നറിയോ, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും പരീക്ഷണങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും ഭീതികൾ വരുമ്പോൾ, എന്തെങ്കിലും ആശങ്കകൾ വരുമ്പോൾ അവർ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹുവിലാണ്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ സംഭവിക്കുന്നത് അവരുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഈമാൻ എന്താണ്, ഒന്നുകൂടി ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രഖ്യാപനമാണ് അവർ ഈ ഒരു വാക്കിലൂടെ നടത്തുന്നത്. അത് തന്നെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ഒരു ചരിത്രത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നമ്മൾ ഫലസ്തീനിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്യവും ഇതാണ്. അവിടെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള, ആണും പെണ്ണുമായിട്ടുള്ള എല്ലാ ആളുകളിൽ നിന്നും ഉയരുന്നത് ഈ ഒരു വാക്യമാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ.